ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ ആഹാരം, ജീവാഹാരം, ജീവൻ്റെ മന്ന, ദ ബ്രെഡ് ഓഫ് ലൈഫ്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശദീകരിക്കപ്പെടണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഓർഗനും കൊണ്ട്, എല്ലാ അവയവം കൊണ്ട്, ശരീരത്തിലെ എല്ലാ അവയവം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തണം എന്നുള്ള പവർഫുൾ മെസ്സേജാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ മിനിങ്ങാമത്തെ എല്ലാം നിങ്ങൾ കേൾക്കണം. കേട്ടില്ലെങ്കിൽ അത് സേവ് ചെയ്ത് വീണ്ടും കേൾക്കുക, എന്നിട്ട് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇന്ന് യു ഹാവ് ടു ഗ്ലോറിഫൈ ഗോഡ് വിത്ത് യുവർ മൗത്ത്. നമ്മുടെ വായ് നമ്മൾ ആദ്യമായിട്ട്, കർത്താവെ എൻ്റെ അധരങ്ങൾ അങ്ങയുടെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ, എൻ്റെ നാവ് അങ്ങയുടെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ, എൻ്റെ വായ് അങ്ങയുടെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ. ആദ്യം ഒരു കഴുകൽ പ്രാപിക്കണം. അത് കഴിഞ്ഞ് ദൈവത്തിന് വേണ്ടി ആ ദൈവം, ആ മൗത്ത്, ആ ടങ്, ആ ലിപ്സ്, അതെല്ലാം ദൈവം ഉപയോഗിക്കുന്നതാണ്. നമുക്ക് കുറച്ച് വചനം വായിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10 തുടങ്ങി വായിക്കുമ്പോൾ, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലും ഇല്ല. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവ് കൊണ്ട് അവർ ചതിക്കുന്നു. ഇങ്ങനെ വല്ലതും ഉണ്ടോ ആരെങ്കിലും ഈ കേൾക്കുന്നവർ? സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെ ഉണ്ട്, അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു, അവരുടെ കാൽ രക്തം ചുരിയുവാൻ ബന്ധപ്പെടുന്നു, നാശവും അരിഷ്ടതയും അവരുടെ വഴികളിൽ ഉണ്ട്, സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല, അവരുടെ ദൃഷ്ടിയിൽ ദൈവമേയില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇതൊക്കെ ബൈബിൾ, ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നതാണ്. ഇതിൽ ആർക്കെങ്കിലും നിങ്ങളുടെ പതരം എങ്ങനെയുള്ളതാണ്, നിങ്ങളുടെ വായ് എങ്ങനെയുള്ളതാണ്, തൊണ്ട തുറന്ന ശവക്കുഴിയാണോ, വായിൽ നിന്ന് വരുന്ന വിഷമാണോ, നല്ലതാണോ വായിൽ നിന്ന് വരുന്നത്, അതൊക്കെ നമ്മളൊന്ന് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച്, ഒന്ന് ആലോചിച്ച് നമ്മൾ ഒരു തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഇന്ന് സംസാരിക്കുന്നത്. ഗ്ലോറിഫൈ ഗോഡ് വിത്ത് യുവർ മൗത്ത്. നിങ്ങളുടെ വായാൽ ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ വിശുദ്ധീകരിക്കപ്പെടണം, കർത്താവിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം എന്ന് ഇന്ന് നമ്മൾ പഠിക്കുന്നു. ലൂക്കാസിൻ്റെ സുവിശേഷം 21:15 യേശു പറയുകയാണ്, ഐ വിൽ ഗിവ് യു എ മൗത്ത് ആൻഡ് വിസ്ഡം വിച്ച് ഓൾ യുവർ അഡ്വേഴ്സറീസ് വിൽ നോട്ട് ബി ഏബിൾ ടു കോൺട്രഡിക്റ്റ് ഓർ റെസിസ്റ്റ് എന്ന്. നിങ്ങളുടെ എതിരാളികൾക്ക് ആർക്കും ചെറുപ്പാനോ പറയുവാനോ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും എന്ന്. നിങ്ങളുടെ വായിൽ അത്ര ജ്ഞാനം തരുമെന്ന്. നിങ്ങളുടെ എതിരാളികളൊക്കെ they will be silent. അവരെല്ലാം they will be shutting their mouth, they will be afraid. നിങ്ങൾ വാ തുറക്കുമ്പോൾ, ദൈവം തരുന്ന വചനം പറയുമ്പോൾ ആർക്കും എതിർക്കാൻ പറ്റുകയില്ല. your words will have weight. അങ്ങനത്തെ വചനം തരാമെന്ന് ദൈവം പറയുന്നു. കർത്താവ് നമ്മുടെ വായൊന്ന് നോക്കിക്കുക, എന്ത് മാർവലസ് ക്രിയേഷനാണല്ലേ. ദൈവത്തിൻ്റെ ഒരു വലിയ സൃഷ്ടിയാണ് ചെറിയൊരു വായ്. അതിൻ്റെ അകത്ത് നാക്ക് തന്നിരിക്കുന്നു, അതിൻ്റെ അകത്ത് പല്ലുകൾ തന്നിരിക്കുന്നു, അതിൻ്റെ അകത്ത് നല്ല ടേസ്റ്റ് ബഡ് വെച്ചിരിക്കുന്നു. അവിടെ വെള്ളമില്ലെങ്കിൽ അത് ഉണങ്ങിപ്പോയി ചിലപ്പം നമ്മുടെ തൊണ്ടയൊക്കെ വരളുകയല്ലേ, ആ വെള്ളം ഒരു ഉമ്മിനീര് അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നു. എന്ത് അത്ഭുതകരമായിട്ട് ഓരോരുത്തരെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ പരാതി പറയാതെ ദൈവത്തിനെല്ലാം ഒന്ന് നന്ദി പറഞ്ഞ്, എനിക്ക് വായു കൊണ്ട് കർത്താവെ പല്ലുകൊണ്ട് തിന്നാൻ സാധിക്കുന്നല്ലോ, വായു കൊണ്ട് സംസാരിക്കാൻ സാധിക്കുന്നു, എനിക്ക് നാക്ക് തന്നല്ലോ, പല്ലുകൾ തന്നല്ലോ, 32 പല്ല് തന്നല്ലോ കർത്താവെ, ഇതിനെല്ലാമായി നന്ദി പറയണം. എല്ലാ ദിവസവും നമ്മൾ ഡോണ്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്, എല്ലാത്തിനും നന്ദി പറയാൻ പഠിക്കണം. അപ്പം ദൈവം എന്തിനാണ് നമ്മുടെ മൗത്ത്? വാട്ട് ഹി എക്സ്പെക്ട്സ് ഫ്രം അസ്, ഹി വാണ്ട്സ് അസ് ടു പ്രേസ് ദ ക്രിയേറ്റർ. സൃഷ്ടാവിനെ സ്തുതിക്കാൻ വേണ്ടിയാണ് നമ്മുടെ വായ്. അപ്പം നമ്മൾ പ്ലസൻറ്റ് വേർഡ്സ് ഷുഡ് കം, നല്ല വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരണം അല്ലേ. നേരത്തേക്ക് എനിക്കറിയില്ല, ഈ ദൈവവചനം പഠിച്ചു കഴിഞ്ഞ് ഞാൻ ഒത്തിരി ശ്രദ്ധിച്ചാൽ ഞാൻ സംസാരിക്കുള്ളൂ, അല്ലെങ്കിൽ എല്ലാവരെയും ഹേർട്ട് ചെയ്യുന്ന വേർഡ്സൊക്കെ എൻ്റെ വായിൽ നിന്ന് വരുമായിരുന്നു. ഇനി അങ്ങനെ വരാതിരിക്കട്ടെ, നമ്മൾ ശ്രദ്ധിക്കുക. വേർഡ്സ് ഓഫ് വിസ്ഡം ഷുഡ് കം, ജ്ഞാനത്തിൻ്റെ വാക്കുകൾ വരട്ടെ. പ്രൈസസ് ആൻഡ് താങ്ക്സ് ഷുഡ് ഫ്ലോ ത്രൂ ആ മൗത്ത് ഓൾ ദ ഡേ ലോങ്. സ്തുതിയും ആരാധനയും ഉള്ള പാട്ടുകൾ, സ്തുതിപ്പുകൾ അങ്ങനെ നമ്മുടെ വായിൽ നിന്ന് ദിവസം മുഴുവൻ പുറപ്പെട്ട് നമ്മൾ കുക്ക് ചെയ്താൽ, നമ്മൾ പണി ചെയ്താലും, നമ്മൾ എന്ത് വർക്ക് ചെയ്താലും, ചിലപ്പോൾ ബെഡിൽ കിടന്നുകൊണ്ടാണ്
പറയുമ്പോഴാണ് ദാവീദ് പറയുന്നത്, ഐ വിൽ പ്രേസ് യു ലോഡ് ഓൺ മൈ ബെഡ് എന്ന്, ഐ വിൽ സിങ് ലൗഡ്ലി ഓൺ മൈ ബെഡ് എന്ന്. നിങ്ങൾ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ, നിങ്ങൾ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ, എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് സിങ് ചെയ്യാം, നമുക്ക് പാടാം അങ്ങനെ കർത്താവിന് വേണ്ടി. ന്യൂ സോങ് ഷുഡ് കം ഔട്ട് ഓഫ് യുവർ മൗത്ത്. ഹി ഹാസ് പുട്ട് എ ന്യൂ സോങ് ഇൻ യുവർ മൗത്ത് എന്ന് സാം വേഴ്സ് 40 സാം 40 പറയുന്നു. ഹി ഹാസ് പുട്ട് എ ന്യൂ സോങ്. 40 സങ്കീർത്തനം 3 വാക്യത്തിൽ പറയുന്നു, ഒരു പുതിയ പാട്ട് എൻ്റെ വായി തന്നിരിക്കുന്നു. അപ്പോൾ സിനിമാ പാട്ടുകളൊക്കെ മാറ്റിയിട്ട് ഒരു പുതിയ പാട്ട് പാടാൻ ദൈവം എല്ലാവർക്കും കൃപ തരട്ടെ. പിന്നെ ബൈബിൾ പറയുന്നു, The Proverbs 31 verse 26 the wise person opens her mouth with wisdom. ജ്ഞാനത്തോടെയാണ് വായ തുറക്കേണ്ടതെന്ന്. Proverbs 18:21 says, life and death is in the power of your tongue. വായിലാണ് ജീവൻ മരണവും ദൈവം വെച്ചിരിക്കുന്നത്. നമ്മൾ വായു കൊണ്ട് എന്ത് സംസാരിക്കുന്നോ അത് നമുക്ക് സംഭവിക്കും, അല്ലേ? ഐ എം പൂർ എന്ന് പറഞ്ഞാൽ നീ ദരിദ്രയായിരിക്കും. ഐ എം സിക്ക് എന്ന് എപ്പോഴും പറഞ്ഞാൽ നീ സിക്കായിരിക്കും. ഐ എം ഹെൽത്തി, ഐ എം യങ്, ഐ എം സ്ട്രോങ്, ഐ എം ബ്യൂട്ടിഫുൾ, ഐ എം റൈറ്റിയസ്നെസ് ഓഫ് ഗോഡ് എന്നൊക്കെ പറയണം. ദൈവത്തിൻ്റെ വചനം അങ്ങോട്ട് ഉരുവിട്ടുകൊണ്ടിരിക്കണം. ദൈവം നമ്മളോട് പറയുന്നതാണ്, നമ്മൾ അത് പറഞ്ഞുകൊണ്ട് നമ്മൾ വിക്ടോറിയസ് ലൈഫ് ഉണ്ടാകണം എന്ന്. നമ്മളെക്കുറിച്ച് നെഗറ്റീവ് അടിക്കാൻ പാടില്ല, എല്ലാം പോസിറ്റീവ്. യു ആർ വാട്ട് ദ വേർഡ് സേസ്, നോട്ട് വാട്ട് ദ വേൾഡ് സേസ്. ബൈബിൾ പറയുന്നതാണ് നീ, വചനം പറയുന്നതാണ് നീ, അല്ലാതെ ഡോക്ടറിൻ്റെ റിപ്പോർട്ടല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മളുടെ കർത്താവിൻ്റെ റിപ്പോർട്ട് നമ്മൾ വിശ്വസിക്കണം. പിന്നെ Proverbs 10:14 സേസ്, വൈസ് പീപ്പിൾ സ്റ്റോർ അപ്പ് നോളജ് എന്ന്. ജ്ഞാനികൾ വിസ്റ്റം, അതായത് എല്ലാ അറിവും സമ്പാദിച്ചു വയ്ക്കുമെന്നാണ് പറഞ്ഞത്. മൗത്ത് ഓഫ് ദ റൈറ്റിയസ് സ്പീക്സ് വിസ്റ്റം. ഒരു നീതിമാൻ നല്ല ജ്ഞാനത്തോടെ സംസാരിക്കുന്നു. നമ്മൾ നീതിമാന്മാർ യേശുവിൻ്റെ രക്തത്താലായി, പിന്നെ നമ്മൾക്ക് ദൈവം ജ്ഞാനം തരും, അല്ലേ? മുമ്പൊക്കെ എനിക്ക് ജ്ഞാനമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ദൈവം എനിക്ക് ജ്ഞാനം തന്നിരിക്കുന്നു. ഓക്കെ, അപ്പം ഈസ് യുവർ മൗത്ത് ഹോളി. ഒന്ന് എക്സാമിൻ ചെയ്യുക, എല്ലാവരും ഒന്ന് പരിശോധിച്ചിട്ട് പറയുക, കർത്താവേ, എൻ്റെ വാട്ട് എവർ ഐ സ്പീക്ക് ടുഡേ യു പ്ലീസ് ഗാഡ് സെറ്റ് എ ഗാഡ് ഓവർ മൈ മൗത്ത് എന്നാണ് പറഞ്ഞ്. എൻ്റെ അതരങ്ങളെ അങ്ങ് സൂക്ഷിക്കണമേ. എൻ്റെ വായിൽ കർത്താവെ ഒരു ഗേറ്റ് പോലെ ഒരു ഗാർഡ് വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലെറ്റ് ദ വേർഡ്സ് ഓഫ് മൈ മൗത്ത് ബി അക്സെപ്റ്റബിൾ ഇൻ യുവർ സൈറ്റ് എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വേർഡ്സൊക്കെ എല്ലാം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അത് പ്രസാദകരമാണോ എന്ന് നമ്മൾ എക്സാമിൻ ചെയ്യാം. നിങ്ങൾ പരിശോധിച്ചിട്ട് എല്ലാവരും ഒന്ന് സമർപ്പിച്ച്, എൻ്റെ വായു കൊണ്ട് കർത്താവേ വന്ന ദോഷങ്ങൾ ക്ഷമിക്കണമേ, അങ്ങയുടെ രക്തത്താൽ കഴുകണമേ, എൻ്റെ നാവിനെ ശുദ്ധീകരിക്കണമേ, എൻ്റെ അധരങ്ങളെ ശുദ്ധീകരിക്കണേ കർത്താവേ, എൻ്റെ വായിലെ വാക്ക്, ഹൃദയത്തിലെ ധ്യാനമെല്ലാം അങ്ങേക്ക് പ്രസാദകരമാകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നടക്കണം. ദാറ്റ് ഈസ് മെമ്മറി വേർഡ്സ് ലൈക്ക് യു കീപ്പ് ഓൺ സെയിങ്, ലെറ്റ് ദ വേർഡ്സ് ഓഫ് മൈ മൗത്ത്, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും എല്ലാം എൻ്റെ കർത്താവേ അങ്ങേക്ക് പ്രസാദകരമായിട്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.